തെറ്റുകൾക്ക് അല്ലാഹു നൽകുന്ന ഒരു ശിക്ഷ വഹ്നു ഫിൽ ഇബാദ, ഇബാദത്തിന് സാധിക്കാതിരിക്കലാണ്. ക്ഷീണം വരെ, ഇബാദത്ത് ചെയ്യാൻ മടി വരെ, പ്രയാസം വരെ, അതിന്റെ സൗകര്യം, അതിന്റെ തൗഫീഖ് ലഭിക്കാതിരിക്കുന്നത്. പിന്നെ പറഞ്ഞു വദ്ദീഖു ഫിൽ മഈഷ, എങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ വമൻ അഅറദ അൻ ദിക്രി ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى. അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് ജീവിതം സങ്കുചിതമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇത് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. പിന്നെ ഹലാല് കൊണ്ട് ആസ്വദിക്കാൻ കഴിയില്ല. യാ അല്ലാഹ്, അള്ളാഹുവേ നീ കാവൽ നൽകണമേ തമ്പുരാനെ. ഇതൊക്കെയാണ് നമ്മുടെ ഇബാദത്തിന്റെ ആകത്തുകയായി നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട നന്മകളുടെ ശകലങ്ങൾ. അള്ളാഹുവേ നീ ഞങ്ങൾ സ്വീകരിക്കണം.